أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحن أعلم بما يستمعون به إذ يستمعون إليك وإذ هم نجوى إذ يقول الظالمون إن تتبعون إلا رجلا مسحورا. انظر كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 892 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ഇസ്രായിലെ 47-48 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്നു അഅലമു ബിമാ യസ്തമിഊന ബിഹി ഇദ് യസ്തമിഊന ഇലൈക വഇദ് ഹും നജ്വാ ഇദ് യഖൂലുൽ ളാലിമൂന ഇൻ تتبعون إلا رجلا مسحورا انظر كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا. صدق الله العلي العظيم. സൂറത്തുൽ ഇസ്രായിലെ 47-48 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ ഭാഗമാണെന്ന് നമ്മൾ വിശദമായ പഠനത്തിന് വിധേയമാക്കുന്നത്. ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകൾ വിശുദ്ധ ഖുർആൻ മക്കയിലെ ആളുകളെ കേൾപ്പിക്കപ്പെടുമ്പോൾ അതിനോട് അവർ കാണിച്ച പ്രതികരണം എന്തായിരുന്നു എന്നതാണ് പരാമർശിച്ചിരുന്നത്. അല്ലാഹു സൂചിപ്പിക്കുകയുണ്ടായത് പാരത്രിക ലോകത്തില് വിശ്വാസമില്ലാത്ത ആളുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിൽ ഒരു വലിയ മറ അല്ലെങ്കിൽ ഒരു തടസ്സം വന്ന് ഭവിക്കുകയാണ് വിശുദ്ധ ഖുർആൻ കേൾപ്പിക്കപ്പെടുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതൻ എന്ന നിലക്ക് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം എന്നത് വിശുദ്ധ ഖുർആൻ ആ സമൂഹത്തെ കേൾപ്പിക്കുക എന്നതാണ്. അതിലാണ് അദ്ദേഹത്തിന്റെ റിസാലത്ത് അടങ്ങിയിട്ടുള്ളത്. അത് സമൂഹത്തെ കേൾപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അവർക്ക് കേൾക്കാവുന്ന വിധത്തില് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഈ പാരത്രിക ജീവിതത്തെ, പുനരുത്ഥാനത്തെ, മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന ഈ ആളുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിൽ ഒരു അദൃശ്യമായ മറ വന്നു ചേരുന്ന കാര്യമാണ് സൂചിപ്പിക്കപ്പെടുകയുണ്ടായത്. അവർക്ക് കാര്യങ്ങള് നേരാവണ്ണം ഗ്രഹിക്കാൻ സാധിക്കാത്ത വിധത്തില് ഖുർആനിലെ ആയാത്തുകളെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ കഴിയാത്ത വിധത്തില് അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു അടപ്പ്, ഒരു ആവരണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അവരുടെ കാതുകൾക്ക് ബധിരതയും ബാധിച്ചിട്ടുണ്ട്. ഖുർആനില് ഏകനായ അള്ളാഹുവിനെ പരാമർശിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയപ്പെടുമ്പോൾ അവർക്ക് അതില് വലിയ നീരസവും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാവുകയാണ്. അവര് പിന്തിരിഞ്ഞു പൊയ്ക്കളയുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് അടങ്ങിയിട്ടുണ്ടായിരുന്ന ആശയം. നമ്മൾ മനസ്സിലാക്കിയ പോലെ തന്നെ ലോകത്തെ നമ്മുടെ കാലഘട്ടത്തിലെ സമൂഹം ഉൾപ്പെടെയുള്ള വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഖുർആനോട് എതിർപ്പ് കാണിച്ചുകൊണ്ട്, ഖുർആനോട് വിയോജിച്ചുകൊണ്ട് പൊയ്ക്കളയാൻ കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു എന്നത് പരിശോധിച്ചാൽ അവരുടെ മനസ്സുകളിൽ അവർ കുടിയിരുത്തി വച്ചിരുന്ന
ചില വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആ വിഗ്രഹങ്ങൾക്ക് ഒരു പരിഗണനയും ഖുർആൻ നൽകുന്നില്ല എന്നതാണ് അവരതിന് കാരണമായിട്ട് കാണുകയുണ്ടായത്. അവരുടെ മനസ്സിൽ അവര് പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന അത് ആശയങ്ങളായാലും വിശ്വാസങ്ങളായാലും വിഗ്രഹങ്ങളോ പ്രതിഷ്ഠകളോ ദൈവങ്ങളോ ആൾ ദൈവങ്ങളോ ഒക്കെ തന്നെ ആയാലും ആ സംഗതിയെ അംഗീകരിക്കുന്ന ഒരു കാര്യം അതിനെ കൂടി അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെടാനാണ് പറയുന്നത് എങ്കിൽ അവരൊക്കെ അതിന് സന്നദ്ധമാകുമായിരുന്നു. പക്ഷെ അവരുടെ പ്രശ്നം അതിനൊന്നും ഒരു അംഗീകാരവും ഈ ഖുർആനിൽ ലഭിക്കുന്നില്ല എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോയി കളയുന്നു എന്നാണ് ഖുർആൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. ഖുർആൻ കേൾക്കുന്ന മുഴുവൻ ആളുകളെയും തൃപ്തിപ്പെടുത്തുക, അവരുടെ മനോവിലാസങ്ങൾക്കനുസരിച്ച് ചാഞ്ഞും ചെരിഞ്ഞും നിന്നു കൊടുക്കുക എന്നതല്ല ഖുർആന്റെ അവതരണത്തിന്റെ താല്പര്യം. സത്യം ജനങ്ങളെ അറിയിക്കുക എന്നതാണ്. മനുഷ്യരാശിക്ക് മാർഗദർശനത്തിന് ഉപകരിക്കുന്ന വിധത്തില് ഹക്ക് അവരുടെ മുന്നിൽ വളരെ പരസ്യമായി വെളിപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഖുർആൻ നിർവഹിക്കുന്ന ധർമ്മം. അതുകൊണ്ട് തന്നെ ഈ പ്രബോധിത സമൂഹത്തിലെ ആളുകളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന അവര് മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള കൊണ്ടു നടക്കുന്ന വിഗ്രഹങ്ങളെയോ വിശ്വാസങ്ങളെയോ ആദർശങ്ങളെയോ വെള്ളപൂശി അതിനെ അംഗീകരിക്കുക എന്നതല്ല ഖുർആൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. എല്ലാം അള്ളാഹു കൈയടക്കുകയാണ്, മറ്റു ദൈവങ്ങൾക്കൊന്നും ഒന്നും കൊടുക്കുന്നില്ല, എന്നിട്ട് അവൻ സ്വേച്ഛാധിപതിയായിട്ട് അങ്ങനെ വാഴുകയാണ്, അതിനു വേണ്ടിയുള്ള ഒരു ശക്തമായ തന്ത്രമാണിത് എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടുമൊക്കെ തന്നെ ഉള്ളത് നമ്മൾ കാണുന്നു. സ്വേച്ഛാധിപതിയാവുന്നതിന് സാധാരണഗതിയിൽ അല്ലെങ്കിൽ ഏകാധിപതിയാവുന്നതിന് സാധാരണഗതിയിൽ നമ്മൾ മനുഷ്യരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് വലിയൊരു പ്രശ്നമായിട്ട് കാണാറുണ്ട്. സ്വേച്ഛാധിപത്യം ഏകാധിപത്യം എന്നൊക്കെ പറയുന്നത് വലിയ പ്രശ്നമായിട്ട് ഏറ്റവും വലിയ അധർമ്മമായിട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടും. മനുഷ്യരുടെ കാര്യത്തിലാണ് അതെങ്കിൽ ഇവിടെ വിഷയം അതല്ല. പ്രപഞ്ചങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹു ആ പ്രക്രിയയിൽ മറ്റൊരാൾക്കും ഒരു തരിമ്പ് പോലും പങ്കില്ല. അവൻ അക്കാര്യത്തിൽ ഏകനാണ്, സ്വന്തമായിട്ട് നിർവഹിച്ചതാണ് ഈ പ്രപഞ്ചങ്ങളുടെ സൃഷ്ടിപ്പും അതിന്റെ പരിപാലനവും ഒക്കെ തന്നെ. അവന് ഏകാധിപതിയായിട്ടോ സ്വേച്ഛാധിപതിയായിട്ടോ ഒക്കെ അവൻ നിലകൊള്ളുന്നുവെങ്കിൽ അതാണ് യാഥാർത്ഥ്യം എന്നതാണ് അതിന് കാരണം. അവന് മാത്രമേ ഈ പ്രപഞ്ചത്തിലെ ഓരോ ഏറ്റവും സൂക്ഷ്മമായ ഘടകം മുതല് ഏറ്റവും സ്ഥൂലവും വിശാലവും ഒക്കെ ആയിട്ടുള്ള പ്രതിഭാസങ്ങൾ വരെ അവന്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തനക്ഷമമാവുന്നത് എന്നതാണ് വസ്തുത. എങ്കിൽ അക്കാര്യമല്ലാതെ ലോകത്തോട് പറയാൻ പറ്റുമോ? ഇതിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ട് എന്ന കാര്യം ലോകത്തോട് പറയാൻ പറ്റുമോ? ആർക്കും പങ്കില്ല എങ്കിൽ അതാണ് സത്യമെങ്കിൽ പിന്നെ അതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ചില ആളുകൾ നമ്മളുടെ വേദിയിൽ പോലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് സ്വേച്ഛാധിപത്യത്തിന്റെ എല്ലാം സമഗ്രമായി അടക്കി വാഴാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് എന്ന നിലക്ക്. അത് ആർക്കെങ്കിലും അങ്ങനെ ഒരു സ്വേച്ഛാധിപത്യത്തിന്റെയോ മുഴുവനും അടക്കി വാഴാനുള്ള സാധ്യതയുടെയോ ഒക്കെ ഒരു ഇടം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് മാത്രമാണ്. പ്രപഞ്ച സൃഷ്ടാവായ സകലത്തിന്റെയും നിയന്ത്രകനായ അള്ളാഹുവിന് മാത്രമുള്ള അവന്റെ മാത്രം അവകാശത്തിൽ പെട്ടതാണ് എന്നതാണ് വസ്തുത. എന്നാൽ ഇക്കാര്യം മനസ്സിലാക്കാതെ ഓരോരുത്തരും മനസ്സിൽ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന അബദ്ധ ദൈവങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നതിന്റെ പേരിൽ അതിനെക്കുറിച്ച് നല്ലത് പറയുന്നില്ല എന്നത് കാണുമ്പോൾ ഈ ആളുകൾ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോയിക്കളയുന്നു എന്നതാണ്
നമ്മൾ ഇന്നലെ വായിച്ച ഭാഗത്ത് പ്രതിപാദിക്കപ്പെട്ട വിഷയം. ഇന്ന് നമ്മൾ വായിച്ച ഭാഗം നോക്ക്. നഹ്നു അഅലമു, നിശ്ചയമായിട്ടും നാം അറിയുന്നുണ്ട്, നമുക്കറിയാം. ബിമാ യസ്തമിഊന ബിഹി, അവരെന്താണ് കാതുകൂർപ്പിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് യസ്തമിഊന ഇലൈഹ, ഇത് യസ്തമിഊന ഇലൈക, അവര് നിന്നെ കാതുകൂർപ്പിച്ച് കേട്ടുകൊണ്ടിരുന്നപ്പോ. മക്കയിലെ സത്യനിഷേധികളുടെ നേതാക്കന്മാരെയും അവരിലെ പ്രമുഖരെയും പരാമർശിച്ചുകൊണ്ടുള്ള ഒരു വിവരണമാണിത്. അള്ളാഹു പറയുന്നത് നഹ്നു അഅലമു, നാം അറിയുന്നുണ്ട്, നാം അറിയുന്നുണ്ട്. നഹ്നു അഅലമു ബിമാ യസ്തമിഊന ബിഹി, അവരെന്താണ് ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കുന്നത് എന്നത്. ഇത് യസ്തമിഊന ഇലൈക, അവർ നിന്നിലേക്ക് കാതുകൂർപ്പിച്ച് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവര് കേട്ട് മനസ്സിലാക്കുന്നത് എന്നത് നാം അറിയുന്നുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാതുകൂർപ്പിച്ച് പാത്തും പതുങ്ങിയും ഒക്കെ സത്യനിഷേധികളുടെ നേതാക്കന്മാര് പലപ്പോഴും കേൾക്കാറുണ്ടായിരുന്നു. ഒന്നുമല്ല, ഈ പുതുതായി അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആയാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ ഓതി കേൾപ്പിക്കുന്നത് ആണ് അവര് പാത്തും പതുങ്ങിയും രഹസ്യമായിട്ടും ഒക്കെ കേട്ടുകൊണ്ടിരുന്ന കാര്യം. അതല്ലാത്തൊരു കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനങ്ങളോട് പറയാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പരസ്യമായ ഒരു ദൗത്യം നിർവഹിച്ചിരുന്ന പ്രവാചകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഖുർആൻ തന്നെയാണ്. ഖുർആനാണ് അവരെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന സംഗതി. ഓരോ തവണയും വിശുദ്ധ ഖുർആന്റെ ആയാത്തുകൾ അവതരിപ്പിക്കപ്പെടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ജനങ്ങളെ കേൾപ്പിക്കുന്ന ഘട്ടത്തില് ഈ സത്യനിഷേധികള് പാത്തും പതുങ്ങിയും രഹസ്യമായും കാതുകൂർപ്പിച്ചും ഒക്കെ അത് കേൾക്കാൻ ശ്രമിക്കും. അത് കേൾക്കുന്നതിന് ഇങ്ങനെയൊക്കെ പ്രയാസപ്പെട്ട് രഹസ്യമായി അത് കേൾക്കാൻ ശ്രമിക്കുന്നതിന്റെ കാരണം അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാത്തവരും സത്യത്തിനോടൊപ്പം നിൽക്കാത്തവരും ആണ് എന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ തന്നെ വന്നിരുന്ന് ഇത് കേൾക്കേണ്ടവരാണ്. അവരതിന് കൂട്ടാക്കുന്നില്ല. എന്നിട്ട് അവിടെയും ഇവിടെയൊക്കെ നിന്നുകൊണ്ട് എന്തൊക്കെയാണ് അവർ പറയുന്നത്, പുതുതായിട്ട് ഇപ്പൊ എന്താണ് വന്നിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി അവർ കാതുകൂർപ്പിച്ച് കേൾക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്. അവരെന്തൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവര് പ്രവാചകരെ താങ്കളെ കാതുകൂർപ്പിച്ച് പാത്തും പതുങ്ങിയും രഹസ്യമായും കേൾക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോ എന്താണ് യഥാർത്ഥത്തിൽ അവർ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് തീർച്ചയായിട്ടും നാം അറിയുന്നുണ്ട്. വൈദുഹും നജ്വ, അവര് ഗൂഢമായിട്ട് ആലോചന നടത്തിയ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത്, അല്ലെങ്കിൽ അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ അത് പരസ്പരം അവര് കുശുകുശുത്തുകൊണ്ട് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നത് നാം അറിയുന്നുണ്ട്. ഇതാണ് അള്ളാഹു പറയുന്നത്. ഓരോ ആയത്ത് പുതുതായിട്ട് അവതരിപ്പിക്കപ്പെടുമ്പോഴും ഈ ആളുകൾ അതെന്താണ് എന്നറിയാൻ രഹസ്യമായി ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അതിനോട് പ്രതികരിച്ചുകൊണ്ട് അവര് പരസ്പരം എങ്ങനെ കുശുകുശുത്ത് പല കാര്യങ്ങളും പങ്കുവെക്കും. ഈ ഒരു കാര്യം നാം അറിയുന്നുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇതുഹും നജ്വ, നജ്വ എന്ന് പറഞ്ഞ രഹസ്യമായി കാര്യങ്ങൾ പങ്കുവെക്കുന്ന വിധത്തിൽ സംസാരിക്കുക എന്നാണ്. രഹസ്യമായ കൂടിക്കാഴ്ച, രഹസ്യമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നതൊക്കെ. അപ്പൊ ആയാത്തുകൾ പുതുതായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ കേൾപ്പിക്കുമ്പോൾ ഈ സത്യനിഷേധികളുടെ നേതാക്കന്മാരും തലതൊട്ടപ്പന്മാരും ഒക്കെ ആയ ആളുകൾ അത് പാത്തും പതുങ്ങിയും രഹസ്യമായിട്ടും ഒക്കെ കാതുകൂർപ്പിച്ച് കേൾക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് അവര് വളരെ നിഗൂഢമായിട്ട് പലതും പങ്കുവെക്കുന്നു. അവരുടെ അഭിപ്രായങ്ങളും നിലപാടുകളും ചർച്ച ചെയ്യുന്നു എന്നതാണ് അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം. ഇത് യഖൂലു ളാലിമൂന, അങ്ങനെ
ഈ അക്രമികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ വിശുദ്ധ ഖുർആന്റെ ആയാത്തുകൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കാതുകൂർപ്പിച്ച് കേട്ട് പിന്നെ അതിനെക്കുറിച്ച് രഹസ്യമായി അവർക്കിടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ ഇത് യഖൂലു ളാലിമൂന, ഈ അതിക്രമകാരികൾ പറയുന്നത് ഇങ്ങനെയാണ്: ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്റൂറ, സിഹ്ർ ബാധിച്ച, മാരണം ബാധിച്ച ഒരാളെ മാത്രമാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്റൂറ, നിങ്ങൾ അനുഗമിക്കുന്നത് ആഭിചാരം ബാധിച്ച ഒരു മനുഷ്യനെ മാത്രമാകുന്നു എന്നാണ് അവർ പറയുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണ് എന്നത് വിലയിരുത്തുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവും. സത്യനിഷേധികളുടെ സംഘത്തിൽപ്പെട്ട പല ആളുകളും പുതുതായിട്ട് ഓരോ ആയത്തും അവതരിപ്പിക്കപ്പെടുന്ന നേരത്ത് അത് കേൾക്കാനിടയാവുകയും അവരിൽ ചിലരൊക്കെ തന്നെ അതില് ആകൃഷ്ടരാവുകയും ചെയ്തുകൊണ്ടിരുന്നു. വിശ്വാസികളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വിശ്വാസം ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നില്ലാത്ത ആളുകൾ പലരും പുതിയ ചില ആയത്തുകൾ കേൾക്കാനിടയായപ്പോൾ അതിലേക്ക് ആകൃഷ്ടരായി ഇന്ന് വിശ്വാസികളായി മാറുന്ന ഒരവസ്ഥ. ചിലരൊക്കെ അതിനോട് മനസ്സ് ചായ്വുള്ളവരായി നിൽക്കുന്ന ഒരവസ്ഥ. ചിലര് അവര് കാണിച്ചുകൊണ്ടിരുന്ന വിരോധവും എതിർപ്പും ശത്രുതയും ഒക്കെ മനസ്സിൽ പഴയ പോലെ തോന്നാതിരിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങള് ഖുർആൻ കേൾക്കുന്നത് കാരണമായി പലർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാവുമ്പോ ഈ സത്യനിഷേധികളുടെ നേതാക്കന്മാർക്ക് വിരല് പിടിക്കാൻ തുടങ്ങുകയാണ്. അവർ അസ്വസ്ഥരാവുകയാണ്. ഇപ്പോ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ മുഹമ്മദിന്റെ കൂടെ കൂടുകയാണല്ലോ, മുഹമ്മദ് കേൾപ്പിക്കുന്ന സംഗതികൾ കേട്ട് അവരതിൽ വീണു പോവുകയാണല്ലോ എന്നതാണ്. അപ്പൊ അത്തരം ആളുകളെ മാനസികമായി തളർക്കാനും തകർക്കാനും വേണ്ടി ഈ സത്യനിഷേധികളുടെ നേതാക്കന്മാര്, തലതൊട്ടപ്പന്മാര് ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. അവര് ആവിഷ്കരിക്കുന്ന പ്രധാനപ്പെട്ട തന്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെ പല ആക്ഷേപങ്ങളും ഉന്നയിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനോ കേട്ടത് അതേപടി വിഴുങ്ങാനോ ഒന്നും യോഗ്യനായ ഒരാളല്ല. അയാൾക്ക് വട്ടാണ്, അയാൾ കവിയാണ്, അയാള് മാരണം ബാധിച്ച് സിഹിർ ബാധിച്ചിട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുത്തനാണ് എന്നൊക്കെയുള്ള വിധത്തിലാണ് അവര് നിരന്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ സിഹിർ ബാധിച്ച ഒരാളുടെ പുലഭ്യം പറയലാണ്, തലക്ക് വെളിവില്ലാതെ ഒരു ഭ്രാന്തൻ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്, ഒരു ഭാവനയുടെ പ്രേരണയിൽ ഒരു കവി വിളിച്ചു പറയുന്ന പോലെ ഓരോന്ന് വിളിച്ചു പറയുകയാണ് ഇപ്പോ മുഹമ്മദ് ചെയ്യുന്നത് എന്നതൊക്കെയാണ് ഇവര് സത്യനിഷേധികളായ മനസ്സുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചായ്വ് കാണിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ മനസ്സിനെ ആ നിലപാടിൽ നിന്ന് മാറ്റുന്നതിനും സത്യനിഷേധത്തിൽ അവരെ ഉറപ്പിച്ചു നിർത്തുന്നതിനും വേണ്ടി അവര് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ. പക്ഷെ അതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവര് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ അവർക്ക് ഒരു കൺസിസ്റ്റൻസിയും ഇല്ല. ഭ്രാന്തനാണെന്ന് പറഞ്ഞ അവസ്ഥ, കവിയാണെന്ന് പറഞ്ഞ അവസ്ഥ, മാരണമേറ്റവനാണ്, ഈ ആഭിചാരം ബാധിച്ച് തലക്ക് വെളിവില്ലാണ്ടായവനാണ് എന്നൊക്കെ മാറി 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 പറഞ്ഞുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ എന്താണ് മുഹമ്മദിന്റെ പ്രശ്നം എന്നത് ബുദ്ധിക്കും യുക്തിക്കും ഉൾക്കൊള്ളാവുന്ന ഒരു കൺസിസ്റ്റൻസി ഉള്ള സ്വഭാവത്തില് ഇവർക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ അത് ശരിയായില്ലല്ലോ, അത് യേശുന്നില്ലല്ലോ, അല്ലെങ്കിൽ അത് അങ്ങനെയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എന്നൊക്കെ അവർക്ക് തന്നെ തോന്നിപ്പോവുകയാണ്. അതുകൊണ്ട് അവർ ഉന്നയിച്ച ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ തന്നെ
ഓരോന്നോരോന്ന് അവർ മാറി മാറി പറയേണ്ടി വരികയാണ്. ആദ്യം പറഞ്ഞതിൽ നിന്ന് പിൻവാങ്ങി മറ്റൊന്ന് പറയേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എന്തിനു വേണ്ടിയാണ് അവർ പറയുന്നത്? അത് അവർക്ക് അവരോടൊപ്പം നിന്നിരുന്ന പല അനുയായികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മനസ്സ് ചായ്വുള്ളവരായി മാറുന്നു എന്നതാണ് അവര് നേരിട്ടുകൊണ്ടിരുന്ന പ്രതിസന്ധി. ഈ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് അവര് ഇങ്ങനെ നിലപാട് മാറി മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നഹ്നു അഅലമു ബിമാ യസ്തമിഊന ബിഹി. അവര് പ്രവാചകരെ അവര് ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്ന കാര്യം എന്താണ്? ഇത് യസ്തമിഊന ഇലൈക, അവര് താങ്കളെ കാതുകൂർപ്പിച്ച് പാത്തും പതുങ്ങിയും കേട്ടുകൊണ്ടിരുന്നപ്പോ, അതുപോലെ വൈദുഹും നജ്വ, അവര് രഹസ്യമായി പരസ്പരം ചർച്ച ചെയ്ത നേരത്ത് ഇങ്ങനെ പറഞ്ഞ കാര്യവും അള്ളാഹു അറിയുന്നുണ്ട്. ഇത് യഖൂലുൽ ളാലിമൂന, അവരുടെ ഈ നേതാക്കന്മാരായ അക്രമികളായ ആളുകൾ, ഈ സത്യനിഷേധത്തിന്റെ ളുൽമിന്റെ ശിർക്കിന്റെ ഒക്കെ തലതൊട്ടപ്പന്മാരായ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, നിങ്ങൾ ആരെയാണ് ഇപ്പൊ പിൻപറ്റുന്നത്? ഈ സിഹ്ർ ബാധിച്ച് നാശായ മനുഷ്യനെയോ എന്നാണ് അവർ പറയുക. ഇതാണ് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തൂക്കം കാണിച്ചുകൊണ്ട് മനസ്സ് അദ്ദേഹത്തിനോട് യോജിപ്പുള്ളതായി മാറിയ ആളുകളെ, തങ്ങളുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട പലരോടും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, ഞങ്ങള് പറഞ്ഞില്ല എന്ന് വേണ്ട, സിഹർ ബാധിച്ച ഒരാളാണ് കേട്ടോ നിങ്ങൾ പിൻപറ്റുന്നത്. തലക്ക് വെളിവുള്ള ഒരാളൊന്നുമല്ല, കാര്യങ്ങൾ നേരാൻ വണ്ണം മനസ്സിലാക്കാനോ വിലയിരുത്താനോ ഒന്നും കഴിയുന്ന ഒരാളല്ല ഇയാള്. സിഹർ ബാധിച്ചിട്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുത്തനെയാണ് കേട്ടോ നിങ്ങൾ പിൻപറ്റുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അവര് ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയും, ഉൻളുർ, പ്രവാചകരെ താങ്കളൊന്ന് നോക്ക്, കൈഫ ളറബൂ ലക്കൽ അംസാൽ, അവരെന്തൊക്കെ ഉപമകളാണ് താങ്കൾക്ക് വേണ്ടിയായിട്ട് അങ്ങ് തള്ളിവിടുന്നത്. ഉൻളുർ, ഒരു ഉപമ പോരാ അവർക്ക്, പല ഉപമകളും മാറി മാറി അവര് പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉൻളുർ, പ്രവാചകരെ താങ്കൾ നോക്ക്, കൈഫ ളറബൂ ലക്കൽ അംസാൽ, താങ്കളുടെ കാര്യത്തില് താങ്കളെ വിവരിക്കാൻ വേണ്ടി, താങ്കൾ ഉള്ളവനാണ് എന്ന് പറയാൻ വേണ്ടി അവര് എന്തൊക്കെ ഉപമകളാണ്, എന്തൊക്കെ ആക്ഷേപങ്ങളാണ്, എന്തൊക്കെ അധിക്ഷേപങ്ങളാണ്, എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇവിടെ ഉപമകൾ എന്ന് പറയുന്നത് ആക്ഷേപം തന്നെയാണ്, അധിക്ഷേപം തന്നെയാണ്. ഭ്രാന്തനാണ്, കവിയാണ്, മാരണം ചെയ്യപ്പെട്ടവനാണ് എന്നൊക്കെയുള്ള ഉപമകളാണ്, വിവരണങ്ങളാണ് അവർ നടത്തുന്നത്. അതുപോലെയാണ് എന്ന് പറയുന്നത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിൽ അത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് പ്രവാചകരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, അവരെന്തൊക്കെ ആക്ഷേപങ്ങളാണ് ഇങ്ങനെയുള്ള ഉപമകളിലൂടെ താങ്കൾക്കെതിരെ ഉന്നയിക്കുന്നത്. ഫളല്ലു, എന്നിട്ട് അതുകൊണ്ട് എന്താ ഫലം ഉണ്ടായേ? ഫളല്ലു, അവര് പഴച്ചുപോയി, അവർക്ക് ഹിദായത്ത് നഷ്ടപ്പെട്ടു, അവർക്ക് സത്യം ഉൾക്കൊള്ളാൻ പറ്റാതായി, അവര് നഷ്ടകാരികളായി. ഇതല്ലാത്ത വേറെ എന്തെങ്കിലും ഗുണം അതുകൊണ്ടുണ്ടായോ? ആരെയെങ്കിലും, സത്യം ബോധ്യപ്പെട്ട ആരെയെങ്കിലും തടഞ്ഞു നിർത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഫളല്ലു, അവര് പഴച്ചുപോയി എന്നതാണ് അതിന്റെ ഫലം. ഫലാ യസ്തതിഊന സബീല, സത്യമാർഗത്തിലേക്ക്, ശരിയുടെ മാർഗത്തിലേക്ക് വരാൻ അവർക്ക് സാധിക്കുകയില്ല. ഇതിന്റെ ഫലം അതാണ്. അവര് നബിക്ക് എതിരില് പല ഉപമകളും വെച്ചുകൊണ്ട് ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫലമോ ഫളല്ലു, അവരൊക്കെയും പഴച്ചുപോയി. എന്നിട്ടോ ഫലാ യസ്തതിഊന സബീല, സബീലിലേക്ക്, സത്യമാർഗത്തിലേക്ക് വരാൻ അവർക്ക് അത് കാരണമായിട്ട് സാധിക്കാതെയും പോയി. ഇതാണ് അതുകൊണ്ടുണ്ടായ ഫലം. അവരൊരിക്കലും തന്നെ സത്യമാർഗത്തിലേക്ക് ഇനി വരൂല. കാരണം അവരുടെ മനസ്സ് ഈ സംഗതിയില് മുരട് ഉറച്ച പോലെ ആയിപ്പോയി. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരില് ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടിയുള്ള ഉപമകള് എടുത്ത് വീശിക്കൊണ്ടിരുന്നപ്പോ അതിന്റെ ഫലം ഉണ്ടായത് എന്താണ്, എങ്ങനെയാണ്? ഫളല്ലു,
അവർക്ക് വഴിപഴച്ചു പോയി എന്നതാണ് ഫലം. അതുകൊണ്ടുണ്ടായ ദുരന്തം ഫലാ യസ്തതിഊന സബീല, സബീലുർ റഷാദിലേക്ക് വരാൻ അവർക്കിനി കഴിയുകയില്ല. അതാണ് അതുകൊണ്ടുണ്ടായ ദുരന്തം. ഇതാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. സത്യനിഷേധികളായ മക്കയിലെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിലുള്ള ആക്ഷേപങ്ങൾ നിരന്തരമായി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന് കാരണം ഇത് മാറ്റി പറയുന്നതിന് വേണ്ടി അവർ പലതവണ ആവർത്തിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഉപമകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറയുന്നതിന് കാരണം അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചില ആളുകളുടെ മനസ്സ് ചായുന്നുണ്ട് എന്നത് അവർ കാണുകയാണ്. അത് കാണുമ്പോൾ അവരെ തടഞ്ഞു നിർത്താനുള്ള ഒരു വഴി എന്നുള്ള നിലക്കാണ് അവർ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതും ഇത്തരം അബദ്ധജടിലമായ ഉപമകൾ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവരിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഫലവുമില്ല. ഹൃദയങ്ങൾക്ക് ഹക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത്തരം ആളുകൾ ആ വഴിക്ക് പോകും. ഈ ആളുകൾക്ക് വലിയ നഷ്ടം ഉണ്ടാകും എന്നത് മാത്രമാണ് ഫലം. ഫളല്ലു, അവര് പഴച്ചവരായി പോയി. ഫലാ യസ്തതിഊന സബീല, അവർക്കിനി സത്യമാർഗത്തിലേക്ക് വരാൻ കഴിയേയില്ല എന്നതാണ് അതുകൊണ്ടുള്ള ഒരേ ഒരു ഫലം. ഇതാണ് അള്ളാഹുവിടെ വ്യക്തമാക്കിയ കാര്യം. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ പെൻഡിങ് ഉണ്ടായിരുന്നത് ഞാൻ ചിലത് പരാമർശിച്ചുകൊണ്ട് പോകാം. ഒന്ന് രണ്ട് തവണയായിട്ട് ഫിനിഷ് ചെയ്യാം. ഒന്ന്, അള്ളാഹു അല്ലാതെ വേറെയും ദിവ്യന്മാരുണ്ട് എന്ന് വന്നാൽ അവന്റെ പ്രവാചകന് ആരെങ്കിലും വില കൽപ്പിക്കുമോ? അതല്ല, ഈ അള്ളാഹു മാത്രമാകുന്നു ഏകദൈവം എന്ന ആശയത്തിന് അതല്ലേ ഈ അള്ളാഹു മാത്രമാണ് ഏകദൈവം എന്ന ആശയത്തിന് പിന്നിൽ എന്നാണ് SK എന്ന പ്രൊഫൈലിന് വന്നിട്ടുള്ള ചോദ്യം. ഇത് വളരെ ഇന്ന് നമ്മൾ വായിച്ച ആയത്തുമായിട്ട് വളരെയേറെ ചേർന്ന് കിടക്കുന്ന, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ന് മാത്രമല്ല, അന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ആളുകളെ അസ്വസ്ഥപ്പെടുത്തിയിരുന്ന കാര്യം അള്ളാനെ മാത്രം ഇലാഹായിട്ട് പറയുന്നു, ഞങ്ങൾ കൊണ്ട് നടക്കുന്ന ആലിഹത്തിനെ ഒന്നും പറയുന്നില്ല എന്നതായിരുന്നു അവരുടെ പ്രശ്നം. അത് പറയും, അതാണ് ഹക്ക് എങ്കിൽ. അത് ഹക്കല്ലെങ്കിൽ പിന്നെ അത് പറയാനായിട്ട് ഒരു കിതാബ് ഇറങ്ങേണ്ടതുണ്ടോ? അതൊക്കെ നിങ്ങൾ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് അത് പറയാൻ ഒരു കിതാബ് ഇറങ്ങണത്? അപ്പോ സത്യം ലോകത്ത് കേൾപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അത് ശരിയാണോ തെറ്റാണോ എന്നത് പരിശോധിക്കാനുള്ള ദൈക്ഷണികമായ ടൂൾസ് അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ പരിശോധിച്ച് കണ്ടെത്തി തീരുമാനം എന്ന് മാത്രമേ അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു ചോദ്യം, നഖം വളരുന്നത് അത് ഉപയോഗിച്ച് മാന്തുകയും കുഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തേയ്മാനത്തിന് പകരമായിട്ടാണ് എന്നതാണ്. തേയ്മാനം ഉണ്ടാവുമ്പോൾ അതിന് പരിഹാരമായിട്ടാണ്. ഇത് നേരത്തെ നമ്മളെ ചർച്ചയിൽ വന്നൊരു വിഷയമായിരുന്നു, അതുകൊണ്ടാണ് അത് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നഖം വളരുന്നതും മുടി വളരുന്നതും ഒക്കെ മനുഷ്യന്റെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. നഖം പലയിടത്തും തട്ടിയിട്ട് പരുക്കനായി മാറുമ്പോൾ അത് സ്മൂത്ത് ആക്കുന്നതിന് വേണ്ടി ഒക്കെ തന്നെയാണ് ആ പ്രക്രിയ. പക്ഷെ അത് താനെ ഉണ്ടായത് എങ്ങനെയാണ്? ആരാണ് അതിന് ആസൂത്രണം ചെയ്തത്? അതിനുള്ള സംവിധാനം ഈ മനുഷ്യ പ്രകൃതിക്ക് നൽകിയിട്ടുള്ളത് ആരാണ്? ഇതാണ് വിഷയം. ആരാണ് ഇത് ആസൂത്രണം ചെയ്തത്? ഓരോ നഖം വളരുന്നവനും ആസൂത്രണം ചെയ്യായിരുന്നോ? ഓരോ മനുഷ്യനും ആസൂത്രണം ചെയ്യായിരുന്നോ തന്റെ മുടി, തന്റെ നഖം ഒക്കെ ഈ വിധത്തിലൊക്കെ പ്രകൃതിപരമായ സ്വഭാവം കാണിക്കണം എന്നത്? ഇതാണ് നമ്മളുടെ വിഷയം. അപ്പൊ ഞാൻ ചൂണ്ടിക്കാണിച്ച കാര്യം, 60 കൊല്ലോ 70 കൊല്ലോ ഒക്കെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ കാര്യം ആസൂത്രണം ചെയ്ത് തയ്യാറാക്കി ഇങ്ങോട്ട് പോകുന്നതാണോ? അതല്ല, ഇത് മറ്റാരോ ആസൂത്രണം ചെയ്ത് ഇങ്ങനെ നടപ്പിലാക്കിയതാണോ എന്നതാണ് വിഷയം. ഈ പ്രപഞ്ചത്തിന്, മനുഷ്യൻ ഉൾപ്പെടുന്ന ഈ സംവിധാനത്തിന് ഒരു സ്രഷ്ടാവ് ഉണ്ടാവേണ്ടത് ബുദ്ധിപരമായിട്ട് അനിവാര്യത ഉണ്ടോ ഇല്ലേ എന്നത് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ആ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അത് വ്യക്തമാണല്ലോ. മറ്റൊന്ന്, തലമുടിയുടെ അറ്റം മുറിയുമ്പോൾ ഉണ്ടാകുന്ന നീളനഷ്ടം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ബയോളജിക്കൽ പ്രക്രിയയാണ് മുടി വളരുന്നത് എന്നത്. അതിനുള്ള ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഉൾപ്പെടും. കൂടുതൽ പറയേണ്ടതില്ല എന്ന് മനസ്സിലാക്കുകയാണ്. മുടി വളരുന്നത് മനുഷ്യന് ആവശ്യമുള്ളത് തന്നെയാണ്, സംശയമൊന്നുമില്ല. സാധിക്കുമെങ്കിൽ നരച്ചു പോകുന്ന ഓരോ മുടിയുടെ സ്ഥാനത്തും ഇങ്ങനെ നരയ്ക്കാത്ത
കറുപ്പുള്ള മുടിയൊക്കെ വരികയാണെങ്കിൽ കൂടുതൽ നന്നാവുമായിരുന്നു എന്നൊക്കെ നമുക്ക് ആലോചിക്കാം. പക്ഷെ ആരാണ് ഈ ആസൂത്രണം ചെയ്തു വെച്ചിട്ടുള്ളത്? എന്റെ മുടി വളരണമെന്ന് തീരുമാനിച്ചത്, അതിനു വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയത് ഞാനാണോ? ഇതാണ് പ്രശ്നം. അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു ആസൂത്രകനുണ്ട് എന്നത് ബോധ്യപ്പെടാൻ ഈ പ്രതിഭാസം വിലയിരുത്തിയാൽ മതി എന്നതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ച കാര്യം. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും 3-4 ചോദ്യങ്ങൾ ഇവിടെ നേരത്തെ വന്ന് കിടപ്പുള്ളത് തന്നെ ഉണ്ട്. ഇൻഷാ അല്ലാ സമയം കിട്ടുന്നതിനനുസരിച്ച് അതിനോട് പ്രതികരിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.